ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇത് കൊള്ളാലോ. പാവപ്പെട്ട കുട്ടികളൊക്കെ ടൂർ വരുന്ന സ്ഥലാ ഇത്. ഒരു ചെലവില്ലാതെ ഇവിടെ വന്നിട്ട് ഈ കാഴ്ചകളൊക്കെ കാണാലോ. എത്ര മനോഹരായിട്ടുള്ള കാഴ്ചയാ. ഇവിടെ വന്ന് ആത്മഹത്യ ചെയ്യുന്നവരെയൊക്കെ സമ്മതിക്കണം. ഭൂമിയിലെ ഏറ്റവും സുന്ദരായിട്ടുള്ള സ്ഥലത്ത് വന്ന് ചത്താലേ അതിന്റെ ശാപം വേറെ കിട്ടും. ആരായാലും എടുത്ത് സംസാരിക്കേ. ഹലോ. അല്ല, ഞാൻ അവിടുന്ന് പോന്നിട്ട് മുത്തശ്ശി കുഴപ്പം വല്ലതും ഉണ്ടാക്കിയോ? ഇല്ല. താനിപ്പോ എവിടെയാ? ഞാനിപ്പോ നെല്ലിമലയുടെ മുകളിലാ. എന്നാ പിന്നെ തനിക്ക് എന്നോട് പറയാറുന്നില്ലേ? നമുക്ക് ഒരുമിച്ച് കയറാറുന്നല്ലോ. എന്റെ കൂടെ അഡ്വക്കേറ്റ് ആരതി വർമ്മയുണ്ട്. അവരെന്തിനാ വന്നേ? അല്ല, കേസിന്റെ കാര്യങ്ങൾ ചിലതൊക്കെ അന്വേഷിക്കാനുണ്ടെന്ന് പറഞ്ഞു വന്നേ. എന്നിട്ട് എന്നെയും കൊണ്ട് പുറത്തിറങ്ങി. ഓ. ഞാൻ നെല്ലിമലയുടെ കാര്യം പറഞ്ഞപ്പോ കേറണമെന്ന് പറഞ്ഞു. അടുത്തുണ്ടോ? ഉണ്ട്. സത്യം പറഞ്ഞാലേ എനിക്ക് തന്നെ കണ്ടിട്ട് പോന്നിട്ട് തിരിച്ച് അങ്ങോട്ട് തന്നെ വരണം തോന്നിക്കൊണ്ടിരിക്കുക. ഇപ്പൊ എന്താന്ന് അറിഞ്ഞൂടാ, ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാൻ വയ്യ. അതെ, പിന്നെ വിളിക്കോ? അതെ, എനിക്ക് ഇപ്പൊ തന്നെ സംസാരിക്കണം. താനെന്റെ നെഞ്ചിലെങ്ങനെ ചേർന്ന് കിടന്നില്ലേ? വല്ലാത്തൊരവസ്ഥയായിരുന്നു എന്റെ. മതി മതി, നിർത്ത്. പറയടോ. ഇപ്പൊ എന്താ പറയാ? ഈ ലോകം മുഴുവൻ മറന്നു നിൽക്കാന്നൊക്കെ പറയില്ലേ? മതി മതി, നിർത്തിക്കോ. അഡ്വക്കേറ്റ് പോയിട്ട് ഞാൻ തിരിച്ചു വിളിക്കാം. എടോ, ഞാനൊന്ന് പറയട്ടെ. ഞാൻ പറഞ്ഞു കേക്ക്. ആരാ വിളിച്ചേന്ന് ചോദിച്ച അമ്മയായിരുന്നു രാധിക പറയും. അതല്ലല്ലോ എന്ന് പറഞ്ഞ് 10 ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിച്ച അത് വരുണാണെന്ന് പറയും. അങ്ങനെയല്ലേ മനസ്സിൽ പ്ലാൻ ചെയ്തിരുന്നേ? ഈ വക്കീലന്മാരൊക്കെ ഇങ്ങനെയാണോ? എല്ലാവരുടെയും കാര്യം എനിക്കറിയില്ല. ഞാനിങ്ങനെയാ. മുഖത്തുള്ള പരിഭ്രമവും വേവലാതെയും കണ്ടാൽ അറിയാം ഫോണില് വരുണാണെന്ന്. അന്ന് ആ വിവാഹ ദിവസം എല്ലാം തുറന്നു പറയാനുള്ള ധൈര്യം താൻ കാണിച്ചിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരുന്നോ? ആ ദിവസത്തിന് ഒരു ദിവസം മുൻപേ ഞാൻ ചേച്ചിയെ കണ്ടിരുന്നെങ്കിൽ എനിക്കൊരു പക്ഷെ പറയാനുള്ള ധൈര്യം ഉണ്ടായേനെ. എന്ന് വെച്ചാ ഇനി പറയും അല്ലേ?